ഈ കുറേ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാൽ ലിവറും കിഡ്നിയും ഒക്കെ അടിച്ചു പോകുന്നത്, അതിലൊക്കെ എന്താ സത്യം ഉണ്ടോ? ഇതിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന എനിക്കൊരു താങ്കൂടിയ ചോദ്യത്തിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്ന് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പം പേഷ്യൻസ് ഇതേപോലെ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൻ്റെ വഴിക്കേ പോകാൻ പാടില്ല. ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോകുന്നതേ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ വെറുതെ ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടെ അപ്പുറത്തെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് TB ഉണ്ടായിരുന്നു വെച്ചോ, അത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലല്ലേ. വല്ല വൈറൽ ഫീവർ ഒന്നായിട്ട് കിടക്കുന്ന ഒരു വാർഡിൽ കൂടെ പോയാൽ നിങ്ങൾക്കും വൈറൽ ഫീവർ കിട്ടാൻ ചാൻസ് ആണ്. അപ്പം എന്നോട് ചോദിക്കാൻ ആവശ്യമില്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്കേ പോകാൻ പാടില്ല. പിന്നെ രോഗം വന്നാൽ നമുക്ക് മരുന്നുകൊണ്ട് ട്രീറ്റ് ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. പക്ഷേ നിങ്ങൾ പറയുന്നതിൽ കാര്യമില്ല എന്നില്ല. ഒരുപാട് മരുന്നുകൾക്ക് ലിവറിൻ്റെ ടോക്സിസിറ്റി ഉണ്ട്, അതേമാതിരി നെഫ്രോടോക്സിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ക്വാളിഫൈഡ് ഡോസിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോമൺ മാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ വേദന ഗുളികൾ ഇങ്ങനെ വാങ്ങിക്കഴിക്കും. മുട്ടുവേദന, ഊരവേദന, നമ്മുടെ ഈ വേദന ഗുളികളാണ് ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ പറയുകയാണെങ്കിൽ കിഡ്നി അടിച്ചു പോകുന്ന മരുന്ന്. പാരസെറ്റമോൾ അതിൽ പെട്ടതാണ്. അതിൽ സിമ്പിളർ സാധനമാണ്. അതിൻ്റെ അല്ലാതെ മറ്റേ NSAID എന്ന് പറയും, ഇപ്പോൾ ബ്രൂഫൺ, ഡൈക്ലോഫിനാക്ക്, ഇങ്ങനത്തെ മരുന്നുണ്ടല്ലോ. ഇതാണ് കിഡ്നി അടിച്ചു പോകുന്ന മരുന്നുകളുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സാധനം. പിന്നെ അമിനോഗ്ലൈക്കോസൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ് മരുന്നിനുള്ള ഒരു പോസിറ്റീവ് സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോരോ മരുന്നും ശരീരത്തിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ആദ്യം തന്നെ പഠനങ്ങളിൽ കൂടി ഡോക്ടർമാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം മരുന്നുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ടാണ് ഡോക്ടേഴ്സ് കൈകാര്യം ചെയ്യുക. നേരെ മറിച്ച് സയന്റിഫിക് അല്ലാതെ ചികിത്സിക്കുന്ന പല പൊടി മരുന്നുകളുണ്ട് നാട്ടിൽ, അറിയാമല്ലോ, ഭസ്മങ്ങളും. അതിലൊക്കെ എന്താണ് ഉള്ളതെന്നും അത് എത്രത്തോളം കിഡ്നിനെ അടിച്ചു പോകുമെന്നുള്ളതും പഠനങ്ങളിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ, ഇതിന് ചുരുക്കി പറയുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോകരുത്. ഇനി അഥവാ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കരുത്. വളരെ നിർബന്ധമായ മരുന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ മാത്രം കഴിക്കുകയാണെങ്കിൽ ഇന്ന് ഇംഗ്ലീഷ് മരുന്ന് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സേഫാണ്. പക്ഷേ ഏതൊരു മരുന്നിനും ആക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വളരെയധികം സേഫ് ആണെന്നാണ് എനിക്ക് ചുരുക്കമായിട്ട് പറയാനുള്ളത്.